ഓം ജ്ഞാനശക്തിസമാരൂഢ തത്വമാലാ വിഭൂഷിത ഭുക്തിമുക്തിപ്രദാതാ ച തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ ശരണമയ്യപ്പ. എല്ലാ ധന്യാത്മാക്കൾക്കും സുപ്രഭാത വന്ദനം. നമ്മുടെ സാധാരണക്കാരൻ്റെ ജീവിതം സന്തോഷത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് ഉള്ള പ്രയാണമാണ്. ഈ കാലഘട്ടം പകരം വെക്കാനില്ലാത്ത, സമാനതകളില്ലാത്ത സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ്. കാരണം ഒരു ഹിന്ദു എന്ന നിലയിൽ അഭിമാനത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. കാരണം സെമിറ്റിക് മതങ്ങളുടെ ജീവിതം മരണാനന്തരമാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച കണ്ണൂർ കുടുംബക്ഷേത്രത്തിൽ ഒരു പൂജയുണ്ടായിരുന്നു. അതിന് പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ട്രെയിനിൽ റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റാണ്, AC അല്ല. അതിനകത്ത് കയറി. അപ്പോൾ ഓപ്പോസിറ്റായിട്ട് 2 മുസ്ലിം ലേഡീസാണ് വന്നിരിക്കുന്നത്. നല്ല ചൂട്. എൻ്റെ അയ്യപ്പോ, ഇവർ ഓരോ നിമിഷം കഴിയുന്തോറും ഇവിടുന്ന് ഇങ്ങോട്ടൊരു തുണി കെട്ടിയിട്ടുണ്ട്. അത് ഇങ്ങോട്ട് വലിക്കുക, ഈ കൈ കൊണ്ട് ഇങ്ങോട്ട് വലിക്കുക, അല്ലെങ്കിൽ ഇത് കണ്ണിലേക്ക് വീഴുന്നു. അപ്പോൾ ഇത് ഇങ്ങോട്ട് വലിക്കുക, ഇത് ഇങ്ങോട്ട് വലിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പണിയെടുത്തു. ഒരു ബെല്ലടിച്ചു. മൊബൈൽ ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ കയ്യിലും ഇവർ കയ്യൊറ കറുത്തിട്ടിട്ട് ഇതിനകത്ത് പാമ്പെല്ലാം വരുന്ന പോലെ ബാഗിനകത്ത് എടുത്തിട്ട് ഇതിങ്ങനെ ആക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ച് അതിനകത്ത് തന്നെ വെച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഒരു ഹിന്ദുവിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷവും സംതൃപ്തിയും. ഞാൻ എപ്പോഴും പറയും, എൻ്റെ സഹധർമ്മിണിയുടെ ഒരു കൂട്ടുകാരിയുണ്ട്. ആ കൂട്ടുകാരിയെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കലണ്ടറുണ്ട്. ആ കലണ്ടറിൽ 12 മാസം ആ സ്ത്രീക്ക് മിനിമം ഒരു 36 ഉത്സവത്തിൽ പങ്കെടുക്കാനുണ്ടാവും. അപ്പോൾ ഒരു ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടൻ തന്നെ പുതിയ ഡ്രസ്സ് മേടിക്കുകയായി, തയ്ക്കാൻ കൊടുക്കുകയായി, സെറ്റ് സാരി വാങ്ങിക്കുകയായി, ഇതൊക്കെയായി ആ ഉത്സവത്തിന് പോവുകയായി. അങ്ങനെ ജീവിതം ഇവരൊരു ഉത്സവമായി ആഘോഷിക്കുകയാണ്. കർക്കിടക മാസം വന്ന രാമായണ മത്സരം, ഓരോ അമ്പലങ്ങളിലായിട്ട് രാമായണം. വിഷുവിനാണ് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസത്തെ ഉത്സവം. ഓണത്തിനാണെങ്കിൽ ചോദിക്കേ വേണ്ട. അഷ്ടമിരോഹിണി കാണിച്ച് പിന്നെ പറയേ വേണ്ട. വിനായക ചതുർത്ഥിയിൽ മള്ളിയൂർ പുള്ളിക്കാരി അടയിരിക്കും. ഇങ്ങനെ ജീവിതം ആസ്വദിക്കുകയാണ് ഉത്സവമായി. ഈ ഒരു സ്വാതന്ത്ര്യം എൻ്റെ ഭാര്യയുടെ കൂട്ടുകാരി ആസ്വദിക്കുന്നു. മറ്റവരോ ജീവിതം എന്താണ്, സമാനതകളില്ലാതെ തകർന്ന് തരിപ്പണോ. ഇതിപ്പോൾ മനുഷ്യനാണോ സ്ത്രീയാണോ പുരുഷൻ, 2 കണ്ണ് മാത്രം കാണുന്നുണ്ട്. ഹിജാബ് എന്താ അതിൻ്റെ പേര്. ഇത് കാണുമ്പോഴും മനസ്സിലാക്കണം, ഒരു ഹിന്ദുവായി ജനിച്ചതിനകത്തുള്ള അഭിമാനം, ഒരു ഹിന്ദുവായി ജനിച്ചതിലുള്ള അഭിമാനം. ഇനി ഈ സ്ത്രീയുടെ അച്ഛനും ഭർത്താവും ആൺമക്കളുണ്ടെങ്കിൽ ആൺമക്കളും ശരണമയ്യപ്പ വികലാംഗന്മാരാണ്. കാരണം ശരണമയ്യപ്പ. ഇതാണ് ഓരോ മതങ്ങൾ. അപ്പോൾ എൻ്റെ മതം സനാതനമായ ഋഷിപ്രോക്തമായ ഭാരതീയ ഹൈന്ദവ സംസ്കൃതി, ഈ വൈദിക ധർമ്മത്തിന് സമസ്ത ജീവരാശികളുടെയും സമ്പൂർണ്ണ ഉന്നതിയാണ് ഏകലക്ഷ്യം. സമ്പൂർണ്ണ ഉന്നതിയാണ് ഏകലക്ഷ്യം. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, സർവേ ഭദ്രാണി പശ്യന്തോ മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ആരും ദുഃഖമനുഭവിക്കരുത്. എല്ലാവർക്കും സർവേ ഭദ്രാണി, സർവ രീതിയിലുള്ള സുഭദ്രമായ സേഫ് സോണിലാണ് ജീവിക്കേണ്ടതെന്ന്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതാണ് സനാതനമായ ഈ ഭാരതീയ ഹൈന്ദവ സംസ്കൃതിക്ക് പറയാനുള്ളത്. അതിന് ശ്രദ്ധിക്കണം, ഈ ടീച്ചർമാരുണ്ടല്ല, ടീച്ചർമാരുടെ പെർഫോമൻസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പഠിക്കുന്ന കുട്ടികളെ അങ്ങ് പ്രൊമോട്ട് ചെയ്ത് പഠിപ്പിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട.
ആരും ഇല്ലെങ്കിലും അവർ പഠിച്ചോളും. എന്നാൽ പഠിക്കാൻ ഏറ്റവും കഴിവ് കുറവുള്ള കുട്ടിയെ അവൻ്റെ സൈക്കോളജി മനസ്സിലാക്കി അവൻ്റെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ സബ്ജക്റ്റ് ആ വ്യക്തിയിലൂടെ വികസിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയും മുഖ്യധാരയിലോട്ട് ഉയർന്നു വരും. ഇതിന് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഒരു പ്രമാണമായി പറയുന്നുണ്ട്. അഭിചേൽ സു ദുരാചാരോ അഭിചേതസ്സ ദുരാചാര ഭജതേ മാം അന്യന്യഭാഗ് സാധുരേവ സമന്തവ്യ സമ്യക് വ്യവസിതോ. ആരായാലും ശരി, എത്ര ദുരാചാരിയായാലും ശരി, ഏത് ക്രിസ്ത്യാനി ആയാലും ശരി, ഏത് മുസ്ലിം ആയാലും ശരി, ഏത് മാർക്സിസ്റ്റുകാരനായാലും ശരി, ഏത് കോൺഗ്രസ്സുകാരനായാലും ശരി, ഭജതേ മാം അനന്യഭാഗ്, ഈശ്വരനിലോട്ട് മുഖം തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അവനവൻ്റെ ജീവിതത്തിലോട്ട് മുഖം തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവനെ ഞാൻ പ്രൊമോട്ട് ചെയ്യാമെന്ന് നമ്മളൊരു മന്ത്രം ചൊല്ലും. സ്വസ്തി പ്രജാഭ്യം പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഞാനിത് ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനെന്നെ പഠിപ്പിച്ചതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതനും ഭാഗവതോത്തമനുമായ എൻ്റെ അച്ഛൻ. ഇതെന്തായി ലോകാ സമസ്ത സുഖിനോ ഭവന്തു? പിന്നെയാണ് എനിക്കിത് ക്ലിയറായിട്ട് മനസ്സിലായത്. എന്ത്? ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഞാൻ ആ റിമോട്ട് എടുത്ത് ഫാനിൻ്റെ സ്വിച്ച് അങ്ങോട്ട് ഓഫാക്കും. അപ്പോഴാണ് ഈ റിമോട്ട്, ശരണമയ്യപ്പ, ഈ റിമോട്ട് ഉൽപ്പാദിപ്പിച്ച കമ്പനിയിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഇന്ന് ജീവിതത്തിൽ സുഖം അനുഭവിക്കട്ടെ. കാരണം ഇവർ റിമോട്ട് ഉണ്ടാക്കിയതുകൊണ്ടാണല്ലോ. ഈ ഫാൻ ഉണ്ടാക്കിയ കമ്പനിയിലെ മുഴുവൻ തൊഴിലാളികൾക്കും ഇന്നത്തെ ജീവിതത്തിൽ സുഖമുണ്ടാകട്ടെ. അങ്ങനെ ബാത്റൂമിൽ കയറി ഷവർ ഓണാക്കി ആ ഷവറിൻ്റെ എക്യുപ്മെൻറ്റ് കണ്ടുപിടിച്ചത് ആരൊക്കെയാണോ അവർക്കെല്ലാവർക്കും സുഖം അനുഭവിക്കട്ടെ. ഉടൻ തന്നെ മിൽമ പാല്, ആ മിൽമ കമ്പനിയിലെ എല്ലാവർക്കും സുഖം അനുഭവിക്കട്ടെ. പിന്നെ ഉടൻ തന്നെ പൂജാമുറിയിലെ കുറച്ച് സാധനങ്ങൾ അതും ഇതൊക്കെ എടുത്തു. ഇതുപോലത്തെ ക്ലിപ്പുകളൊക്കെ മെയ്ഡ് ഇൻ ചൈന. ശരണമയ്യപ്പ, ചൈനയിലെ കമ്മ്യൂണിസ്റ്റുകാരായാലും കുഴപ്പമില്ല, മുഴുവൻ ആൾക്കാർക്കും സുഖം വരട്ടെ. അപ്പോഴാണ് ന്യൂസ് കേട്ടത്, ടെററിസ്റ്റ് പാകിസ്ഥാനിലെ ടെററിസ്റ്റുകൾ ന്യൂസ് കേട്ടു. എന്നാലും ശരി, പാകിസ്ഥാനിലെ മുഴുവൻ ജനങ്ങൾക്കും സുഖം വരട്ടെ. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ ഉറക്കം എഴുന്നേറ്റത് മുതൽ ഉറങ്ങുന്നത് വരെ നാം എന്തൊക്കെയായിട്ട് ആരൊക്കെയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടോ, ആ വൈദ്യുതി ഭഗവാൻ അത് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ്, അവർക്കൊക്കെ സുഖമുണ്ടാവട്ടെ. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന എവിടെയൊക്കെ എത്ര സ്റ്റാഫ്. ഇനി ഒന്നും പറയണ്ട, പൂരത്തെറി പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മോശക്കാരനായ എം മണിയില്ലേ, എന്നാലും മന്ത്രിയായിട്ട് ഇരുന്നിട്ട് അയാളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നല്ലേ, അയാൾക്കും പഴയ മന്ത്രിയാണ്, അയാൾക്കും നന്മ വരട്ടെ. ഇങ്ങനെ സമസ്ത മേഖലകളിലും ഉള്ള എല്ലാവർക്കും എന്തു വരട്ടെ, സുഖം വരട്ടെ. കാരണം നാം കഴിക്കുന്ന കൊത്തമല്ലി കൊണ്ടുവരുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്നാണ്, നാം കഴിക്കുന്ന അരി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്, നാം കഴിക്കുന്ന പയറ് വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്, നാം കഴിക്കുന്ന ജീരകം വരുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. ഇങ്ങനെ ഓരോന്നും നമ്മുടെ ഭാരതത്തിൽ നിന്നും ലോകത്തിൻ്റെ ഞാൻ ഈ വാൾനട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ അത് നോക്കിയപ്പോഴാണ് മെയ്ഡ് ഇൻ അമേരിക്ക. ഞാൻ ബദാം പരിപ്പ് കഴിക്കാറുണ്ട്, ആ ബദാം മെയ്ഡ് ഇൻ കാനഡ. നമ്മുടെ സഹോദരിയുടെ മകൻ അവിടെയാണ്, അവർ സാധനങ്ങളൊക്കെ കൊടുത്തു വിടും, എല്ലാം കാനഡ. അപ്പോൾ കാനഡയിലുള്ള ജനങ്ങൾക്കും സുഖം വരട്ടെ, അമേരിക്കയിലുള്ള ജനങ്ങൾക്കും. ഇതാണ് ഏത് 7000 മാക്സ് മുള്ളർ പറയുന്ന 7000 വർഷങ്ങൾക്ക് മുന്നേ ഋഷി എഴുതിയ ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അപ്പോൾ ഇവിടത്തേക്ക് ഈ ജീവിത ഉന്നതിയിലോട്ട് നമ്മളെ കൈപിടിച്ചുയർത്തുകയാണ് ഈ ധർമ്മശാസ്ത്രങ്ങൾ. അപ്പോൾ ഈ ധർമ്മശാസ്ത്രങ്ങൾ ആർക്കൊക്കെ പഠിക്കാൻ സാധിക്കും, ആരെയൊക്കെ ഒഴിവാക്കണമെന്ന് ദയവ് ചെയ്ത് ഈ കമ്മ്യൂണിസ്റ്റുകാർ പറ്റിക്കുന്നത് പോലെ
ഇതാണ് ദളിതന്മാരെന്നോ അവർണന്മാരെന്നോ ആന ചേന എന്നൊക്കെ പറഞ്ഞ് ഈ രാഷ്ട്രീയക്കാർ നമ്മളെ ഛിന്ന ഭിന്നമാക്കും. ദയവ് ചെയ്ത് അവർ പറയുന്നതൊന്നും കേൾക്കരുത്. ജാതി മത വർണ്ണ വർഗ ലിംഗ വ്യത്യാസങ്ങൾക്ക് അതീതമായ ചിന്തകളാണ് ഭാരതീയ സനാതന ധർമ്മവും ഇതിലത്തെ ഗ്രന്ഥങ്ങളും അവരുടെ ശാസ്ത്രീയതയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഭാഗവതം എന്ന ഗ്രന്ഥം ആർക്കൊക്കെ പഠിക്കാം. ഇത് പഠിക്കാം എന്നുള്ളത് നമുക്ക് സപ്താഹത്തിന് ആർക്കൊക്കെ പോയിട്ട് സപ്താഹം കേൾക്കാം, ഊണ് കഴിക്കാം. ഇനി അത് കേൾക്കാം എന്നുള്ളത് ഭാഗവതത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ 18,000 ശ്ലോകങ്ങൾ ആർക്കൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളത് അതിന് പറയുന്നതാണ്. സപ്തമസ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 54-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു എന്ത്? ദൈതേയാ യയക്ഷരക്ഷാംസി സ്ത്രീയ ശൂദ്രൗ വ്രജൗകസ ഖഗ മൃഗ പാപ ജീവ സന്ധി ഹിച്ചു തദംഗത. എല്ലാവർക്കും സന്ധി ഹ്യച്യുതാംഗതി. അച്യുതാംഗത അച്യുതനാണ്. അച്യുതൻ എന്ന് പറഞ്ഞാൽ താൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ഒരിക്കലും ഒരു ച്യുതിയും വരാതെ താഴ്ന്നിറങ്ങാത്ത ആ ഭഗവാനാണ് ഏകഗതി. ആർക്കൊക്കെ? ദൈതേയന്മാർ, അസുരന്മാർ, യക്ഷന്മാർ, രാക്ഷസന്മാർ, സ്ത്രീകൾ, പുരുഷന്മാർ, ശൂദ്രന്മാർ, വൃക്ഷലതാദികൾ, പക്ഷിമൃഗാദികൾ, പാപജീവിതമനുഭവിക്കുന്ന ദുഃഖ ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും ശ്രീമദ് ഭാഗവതം എന്ന ശാസ്ത്രം പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. നമുക്കറിയാം ഗജേന്ദ്രമോക്ഷം ഒരു മൃഗമാണ്. ഇതിനകത്ത് എല്ലാത്തിനകത്തും ഈ വിശ്വസാഹോദര്യത്തിൽ എല്ലാവർക്കും ജീവിതത്തിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളെ സപ്തമസ്കന്ധത്തിൽ പ്രഹ്ലാദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഹർഷേണ ആഹ്ലാദം അനുഭവിക്കുകയും ആനന്ദ ആഹ്ലാദം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും സന്തോഷ സംതൃപ്ത ജീവിതത്തിന് പ്രാപ്തമാക്കുകയും ചെയ്യുന്നവൻ ആണ് പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ പറയുന്നു ഈ ഭാഗവതം കൗമാര ആചരേത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ. ഈ ഭാഗവതം കൗമാരത്തിലുള്ള കുട്ടികളെ പഠിപ്പിച്ച് കൗമാരത്തിലെ കേച്ച് ദം യങ് ആൻഡ് ടീച്ച് ദം. എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ ഗുരുവായ സ്വാമി ചിന്മയാനന്ദ മഹാരാജ് പറയും ഇത് കേച്ച് ദം യങ്. ഇത് കൗമാരത്തിൽ ആചരിക്കേണ്ടതാണ്. ആചരിക്കേണ്ടതെന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. ഇത് ആചരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സാമ്പാറും പുളിശ്ശേരിയും അവിയലും ഓലനും ചോറും ആചരിക്കുക എന്ന് പറഞ്ഞാൽ അത് കഴിക്കുക എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ പുതിയ തലമുറ അത് നമ്മളിത് പഠിക്കണം. എന്നാലേ പുതിയ തലമുറയൊക്കെ നമുക്കിത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്കറിയാം ഭാഗവതോത്തമനാണ്, കൃഷ്ണ യജുർവേദ പണ്ഡിതനാണ്, മുൻ ശബരിമല മേശാന്തിയാണ്. ഭാഗവതോത്തമനായതുകൊണ്ട് എൻ്റെ അച്ഛൻ എൻ്റെ കുടുംബ അന്തരീക്ഷത്തിൽ ഈ ഭാഗവത സപ്താഹത്തിൻ്റെ കഥകളും തത്വങ്ങളും പറയുന്നത് കേട്ട് പഠിച്ച് എൻ്റെ അമ്മയുടെ നാമജപ ലയ ലഹരിയുടെ മാധുര്യവും നുകർന്ന് വളർന്നതുകൊണ്ടാണ് ഈ ഭാഗവതത്തിലെ മുത്തും പവിഴവും നിങ്ങളോട് എനിക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നത്. അതിൽ ഈ പ്രഹ്ലാദചരിതത്തിൽ സപ്തമസ്കന്ധത്തിൽ 54-ാമത്തെ അധ്യായത്തിൽ 55-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു ഏതാവാനേവ ലോകോസ്മിൻ പുംസസ്വാർത്ഥപരസ്മൃത ഏകാന്തഭക്തിർ ഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ഏകാന്തഭക്തിർ ഗോവിന്ദേ. എന്ത്? ഏകാന്തഭക്തിർ ഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ഇവിടെ നമ്മൾ ഭാഗവതം സപ്താഹത്തിന് പോകാറുണ്ട്. അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്ക് ലഞ്ച്, വൈകുന്നേരം ചായയും വടയും. അതിൽ മാത്രം ശ്രദ്ധ കൊടുത്താൽ പോരാ. ഈ ഭാഗവത സപ്താഹം ഇപ്പം എനിക്ക് എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ ഒരു 7 ദിവസത്തെ ട്രെയിനിങ് പ്രോഗ്രാമാണ്. എന്താണ്?
ഈശാവാസ്യം ഇദം സർവം യത്കിഞ്ച ജഗത്യാൻ ജഗത് തേനെ ത്യക്തേന ഭുഞ്ചീത മാ ഘൃതക്കസ്യ സിദ്ധനം. ഇതാണ് 4 വേദങ്ങളുടെയും എസൻസ്. ഈശാവാസ്യം ഇദം സർവം എന്ന വേദതത്വം സാധാരണക്കാരിലും ഗൃഹസ്ഥാശ്രമികളിലും എത്തിക്കാൻ ഭാഗവതമിഷ്യതേ, ഭാഗവതം കിണഞ്ഞു പരിശ്രമിക്കുന്നു. അപ്പോൾ ഈ മുന്നിൽ കാണുന്ന സർവചരാചരങ്ങളെയും ലജ്ജ കൈവിട്ട് കൂപ്പി സ്തുതിക്കണമെന്ന് നമ്മുടെ ജ്ഞാനപ്പാന എഴുതിയ പൂന്താനം തിരുമേനി നമ്മളോട് പറഞ്ഞു. ഈ സ്ഥിതിയിലോട്ട് നമ്മളെ ഉയർത്തുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് ഭാഗവതം. ഈ കഥയുടെ ഇടയിലൊക്കെ ചൊല്ലും എന്ത്? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ഇത് മറ്റേ ഗോവിന്ദ അല്ല. എന്ത്? എടോ, ഞാൻ അന്ന് നിനക്ക് 10,000 രൂപ കടന്നല്ലേ, തിരിച്ചു താടോ. ഇനിയത് ഗോവിന്ദ. ആ ഗോവിന്ദ അല്ല, ഈ ഗോവിന്ദ. ഈ ഗോവിന്ദ എന്താണെന്നുള്ളതിൻ്റെ എക്സ്പാൻഷനാണ് 18,000 ശ്ലോകങ്ങൾ. മനസ്സിലായല്ലോ? ഈ ഗോവിന്ദൻ എന്ന നിലയിലേക്ക് ഓരോ ഭക്തനെയും ഓരോ മനുഷ്യനെയും കൈപിടിച്ചുയർത്തുകയാണ് 18,000 ശ്ലോകങ്ങളിലൂടെ 7 ദിവസങ്ങളിലൂടെ ഈ ശ്രീമദ് ഭാഗവത സപ്താഹത്തിലൂടെ നമ്മളെ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ഗോവിന്ദ? ഇത്രയേ ഉള്ളൂ ഗോവിന്ദ വെച്ചാൽ. ഗാം വിന്ദതി ഇതി ഗോവിന്ദ. എന്താണ്? പറയൂ. ഗാം വിന്ദതി ഇതി ഗോവിന്ദ. ഒന്നുമില്ല, ശബ്ദബ്രഹ്മമാണ്. ശബ്ദത്തിലൂടെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ എത്തിപ്പെടാൻ സാധിക്കുന്ന മാർഗമാണ് ഗോവിന്ദൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൂ. പുംസ. പുംസ എന്ന് പറഞ്ഞാൽ പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ ശരീരമെടുത്തവൻ. എന്ത്? ഈ ശരീരമെടുത്ത സർവ ജീവജാലങ്ങളും പരമശാന്തിക്ക് എന്ത് ചെയ്യണം? ഒന്നുമില്ല, ഏകാന്തഭക്തി. എന്ത്? ഏകാന്തഭക്തി. അപ്പോൾ പരമപ്രേമസ്വരൂപനോട് നിശ്ചയഭക്തി. ആരോട്? പരമപ്രേമസ്വരൂപനോട് നിശ്ചലഭക്തി. അതേ തൊടുപുഴയിൽ ഈ യൂട്യൂബ് ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്നൊരു വ്യക്തിയുണ്ട്. അയാൾ എന്തിനാണ് സപ്താഹം ഈ യൂട്യൂബ് ചാനൽ കേൾക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പരമപ്രേമസ്വരൂപം എന്ന് കേൾക്കാനാണ്. ഈ പരമപ്രേമസ്വരൂപം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ പറയുന്നത്, നിഷിതേ അവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോ. ഞാൻ റഫായിട്ട് പറഞ്ഞ അതുപോലെ റഫിൽ തിരിച്ച് അടിക്കും. തിരുമേനിന്ന് തിരിച്ചടിക്കും. ഇല്ലേ? നമ്മളിപ്പോൾ ഒരാളുടെ ഗെറ്റ് ഔട്ട് പറഞ്ഞ അയാൾ നമ്മളും പറയും. ഒരാളുടെ നമ്മൾ തെറി പറഞ്ഞ അയാൾ തിരിച്ച് തെറിയും പറയും. ഇത് പ്രപഞ്ചത്തിൻ്റെ എവരി ആക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ പ്രകൃതിയുടെ നിയമമാണ്. എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. എന്താണോ കൊടുക്കുന്നത് അതാണ് തിരിച്ചു കിട്ടും. ഇതിനിടെ മകൻ മൊബൈലിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി ഒരു പട്ടീനെ കൊണ്ടുവന്നു. ആ മൊബൈൽ പട്ടിയോട് നമ്മൾ എന്ത് പറയുന്നു ആ പട്ടിയെ തിരിച്ചു പറയും. ഞാൻ ആ സൂക്ഷിച്ചു സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞു. ആ പട്ടി എന്നോട് തിരിച്ചെന്ത് പറഞ്ഞു? സ്വാമിയെ ശരണം അയ്യപ്പ എന്ന്. അപ്പോൾ ഇതാണ് പ്രപഞ്ചം, ഇതാണ് ഒരു പ്രകൃതി. അപ്പോൾ ശ്രദ്ധിക്കണം, പരമപ്രേമസ്വരൂപനായ ഭഗവാനോട് നമ്മൾ പ്രേമപൂർവ്വം ഇൻറ്റിമസിയിലോട് പ്രേമമാകുന്ന പാശം കൊണ്ട് നമ്മുടെ ഹൃദയ ഗുഹാക്ഷേത്രത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് കഴിഞ്ഞാൽ ആ പ്രേമമായിരിക്കില്ലേ തിരിച്ച് റിഫ്ലക്സ് ചെയ്യുക. അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ ആരാണ്? അപ്പോൾ ഈ ഏകാന്ത ഭക്തിയ ഭഗവാനോടാവുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളിലും എല്ലാം ആ ഗോവിന്ദനാണെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് അവയോടൊക്കെ നമ്മൾ പ്രേമിച്ചു കഴിഞ്ഞാൽ, അവയോടൊക്കെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതൊക്കെ നമുക്ക് തിരിച്ച് ഈ കണ്ണാടിയിൽ ശങ്കരാചാര്യ പറയും, വിശ്വന്തർപ്പണ വിശ്വമാനനഗരി തുല്യം നിജ അന്തർഗതം. അത് ഉള്ളിൽ കണ്ട് അറിഞ്ഞ് അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ ഈ മുന്നിൽ കാണുന്ന എല്ലാത്തിനെയും നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവയൊക്കെ സർവചര അചരങ്ങൾ എല്ലാത്തിലും കോസ്മിക് എനർജി ഉണ്ട്, എല്ലാം റിഫ്ലക്സ് ചെയ്യുന്നുണ്ട്. അറിയണമെന്നുണ്ടെങ്കിൽ പശ്യന്തി ജ്ഞാനചക്ഷുഷ, അറിവാകുന്ന കണ്ണ് വേണം. അപ്പോൾ ആ പ്രേമം പരമപ്രേമസ്വരൂപനായ ഈശ്വരനായി സർവത്തിലും കണ്ട് പ്രേമിക്കുകയാണെങ്കിൽ അത് തിരിച്ച് നമുക്ക് ലഭിക്കും. ഇതാണ് ഈ ഏകാന്ത ഭക്തി. അത് പരമപ്രേമസ്വരൂപനോട് നിശ്ചല ഭക്തി, ഉറച്ച ഭക്തി. അപ്പോൾ അനന്യഭക്തി. ശ്രദ്ധിക്കണം,
അനന്യ ചിന്തയന്തോമം തേജന പര്യുപാസതേ തേഷാം നിത്യായുപയുക്താനാം ലോകക്ഷേമം യോഗക്ഷേമം വഹാമ്യഹം. അപ്രാപ്യമായത് പ്രാപ്യമാക്കാനും പ്രാപ്യമായത് സംരക്ഷിക്കാനും സാധിക്കും. എങ്ങനെ? അനന്യഭക്തി കൊണ്ട്. എന്താണ്? എന്നിൽ നിന്നും അന്യമല്ലാത്ത ആ ഈശ്വര ചൈതന്യം, എന്ത്? അദ്വൈത അനുഭൂതി. അപ്പോൾ അനന്യഭക്തി. ഭഗവാനെ ഭഗവത്ഗീതയിൽ ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. പ്രതിജാനാഹി നമേ ഭക്ത പ്രണശ്യതീം. എൻ്റെ ഭക്തൻ ഒരിക്കലും പതിച്ച് നശിക്കില്ല. എൻ്റെ ഭക്തൻ എനിക്ക് തുല്യനാണ്, അവൻ ഞാനാണ്. മേ പ്രിയോ അസി. എന്ത്? മേ പ്രിയോ അസി. ഐ ലവ് യു, ഐ ലവ് യു. കൃഷ്ണൻ ഐ ലവ് യു എന്ന് നമ്മളോട് പറഞ്ഞിട്ട് നമുക്കത് തിരിച്ചു പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ നിൻ്റെ ജീവിതം ബിവറേജ് കോർപ്പറേഷനിൽ പോയി തകർന്ന് തരിപ്പണാവണം. നിൻ്റെ ജീവിതം ഹോസ്പിറ്റലിൽ തന്നെ നരകിക്കണം. നിൻ്റെ ജീവിതം ഗൃഹാന്ധകാരം, ഗൃഹമാകുന്ന പൊട്ടക്കിണറുകൾ തകർന്ന് തരിപ്പണമാവണം. വെറുതെ ഗുരുവായൂരപ്പൻ തൊഴുതിട്ട് ഒരു കാര്യവുമില്ല. തൊഴുന്നതിന് മുന്നേ നാമജപ ലയ ലഹരിയിൽ ഊർജം സംഭരിച്ച് ഭഗവാനോട് പറയണം മേ പ്രിയോ അസീന്ന്. അപ്പോൾ ഭഗവാൻ തിരിച്ചു പറയും മേ പ്രിയോ അസീന്ന്. അപ്പോൾ ഗുരുവായൂരപ്പൻ നമ്മളോട് ഐ ലവ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം പറഞ്ഞറിയിക്കാനുണ്ടോ? അപ്പോൾ ഈ ഭക്തിയുടെ ലക്ഷണം എന്താണ്? ഈശാവാസ്യമിതം സർവം. സർവത്തിലും നിറഞ്ഞു നിൽക്കുന്ന നാനാത്വത്തിൽ ഏകത്വദർശനം. അപ്പോൾ അനന്യഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ശ്രദ്ധിക്കണം. മോക്ഷകാരണ സാമഗ്ര്യം ഭക്തിരേവ ഗരീയസി. ശങ്കരാചാര്യർ പറയുന്നു സ്വരൂപാനുസന്ധാനം. അന്തരാത്മാവിലെ ആ ചൈതന്യത്തെ എനിക്ക് എന്നെ പ്രേമിച്ചുകൊണ്ട് എന്നിലുള്ള ആത്മൗപമ്യേന സർവത്ര സമം പശ്യതി അർജുന. എൻ്റെ ഉള്ളിലുള്ള ചൈതന്യമാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് എന്ന സത്യത്തെ അരക്കിട്ടുറപ്പിക്കുകയാണ് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. അതാണ് ഇവിടെ പറയുന്നത്. ഏകാന്ത ഭക്തിർ ഗോവിന്ദേ. ഇതാണ് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ എന്ന് ഇത് പറഞ്ഞ് ഉറപ്പിക്കണം. അതിനെന്ത് വേണം? ഈ സപ്താഹത്തിൽ ഇടയ്ക്കിടയ്ക്കേ പറഞ്ഞ് ഉറക്കണം. എന്ത്? സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ആ നാമത്തിൻ്റെ സങ്കീർത്തനമാണ് ഈ പ്രപഞ്ചത്തിൽ എവിടെയൊക്കെ അലയടിച്ച് തിരിച്ചു വരുന്നുണ്ടോ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഈ നാമജപലയ ലഹരിയിൽ ജീവിതം തകർന്ന് തരിപ്പണമാകാതെ പിടിച്ചു നിൽക്കാൻ ഈ നാമസങ്കീർത്തനം കൊണ്ട് സാധിക്കും. എൻ്റെ അച്ഛൻ ഇത് തെളിയിച്ച വ്യക്തിയാണ്, എൻ്റെ അമ്മ ഇത് തെളിയിച്ച വ്യക്തിയാണ്, ഞാനിത് തെളിയിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടും പറയുന്നു. ഇതാണ്, ശ്രദ്ധിക്കണം, ഇതാണ് വേദാന്ത ബ്രഹ്മനിഷ്ഠ. ഉറപ്പിക്കണം. പ്രതിഷ്ഠതി. ഗുരുവായൂരപ്പ വിഗ്രഹത്തിലുള്ള ഗുരുവായൂരപ്പ പ്രതിഷ്ഠ ഉറച്ചതുപോലെ ഹൃദയത്തിൽ ഉറക്കണം. ഗുരുവായൂരപ്പ ദർശനത്തിലൂടെ ആത്മദർശനം കിട്ടി. മുന്നിലുള്ള കാണുന്നതെല്ലാം ഗുരുവായൂരപ്പനാണെന്ന് ഉറപ്പിക്കാനാണ്. ഗാം വിന്ദതി ഇതി ഗോവിന്ദ. മുന്നിൽ കാണുന്നതൊക്കെയാണ് ഗുരുവായൂരപ്പൻ, ഗോവിന്ദൻ. ഇത് ഉറപ്പിക്കാൻ എന്താണ്? എന്തിനാ ഉറപ്പിക്കുന്നത്? മറ്റൊന്നിനുമല്ല. നമുക്ക് ഗുരുവായൂർ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ഗുരുവായൂർ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. ഫസ്റ്റ് ഫ്ലോറിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണ്ട? ഏണി വേണ്ട. പുഴയുടെ അപ്പുറത്ത് കടന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണ്ട? വഞ്ചി വേണ്ട. ഇതുപോലെ ആ ഗുരുവായൂരപ്പനെ കണ്ട് ആ ഗോവിന്ദനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് ആ നാമത്തിലൂടെ പിന്നെ നമ്മൾ ഗുരുവായൂരപ്പനെ കൊണ്ടു നടക്കണം. കാരണം ജീവിതത്തിൻ്റെ സായംകാലം വാർദ്ധക്യമെന്ന ഒരവസ്ഥയുണ്ട്. അന്ന് ഏത് തന്ത്രിക്കായാലും ശരി, ഏത് മന്ത്രിക്കായാലും ശരി ഗുരുവായൂർ പോകാൻ പറ്റില്ല. ഏത് മേശാന്തിക്കായാലും ഗുരുവായൂർ പോകാൻ പറ്റാത്ത ഒരവസ്ഥ വരും. ഏത് VIP ആയാലും VIP ആയാലും വാർദ്ധക്യം വരുമ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയി കുളിച്ചു തൊടാൻ പറ്റാത്ത അവസ്ഥ വരും. അപ്പോൾ ജീവിതത്തിലെ പരമസന്തോഷത്തോടുകൂടി ഈ ഗോവിന്ദനാമം കൊണ്ട് നടക്കാൻ സാധിക്കണമെങ്കിൽ മുൻകൂട്ടി നമ്മളത് എന്ത് ചെയ്യണം?
പഠിക്കണം, പ്രാക്ടീസ് ചെയ്യണം. പഠനവും പ്രാക്ടീസുമാണ് ജീവിത വിജയ രഹസ്യമെന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. പഠനവും പ്രാക്ടീസും, തിയറിയും പ്രാക്ടിക്കലും ഒരുപോലെ കൊണ്ട് നടക്കണം. ഇതാണ് ഋഷിയുടെ ഉൾക്കാഴ്ച. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ ഗുരുവായൂരപ്പൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ എന്നുള്ളത് നാമസ്വരൂപമാണ്. ഇതാണ് ശങ്കരാചാര്യർ പറയുന്ന സ്വസ്വരൂപാനുസന്ധാനം. യസ് സർവത്ര ആത്മൗപമ്യേന സർവത്ര സമം പശ്യതിയോർജുന. ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മാ നീശ്വരേ. ആത്മൗപമ്യേന സർവത്ര സർവഭൂതാത്മനീശ്വര. ശ്രീമദ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നു. അതിനെന്ത് വേണം? ദിവ്യം ദദാമി തേ ചക്ഷു പശ്യമേ യോഗമൈശ്വര്യം. ഈ ഗുരുവായൂരപ്പൻ്റെ ഐശ്വര്യത്തെ കാണാനുള്ള ദിവ്യമായ ചക്ഷുഷയാണ് ശ്രീമദ് ഭാഗവതം. അതിനെന്ത് വേണം? ഇത് പഠിക്കണം. അത് പഠിച്ചു കഴിഞ്ഞാലോ ഏകാന്ത ഭക്തിർ ഗോവിന്ദ യസ് സർവത്ര തദീക്ഷിണം. അതാണ് ദർശിക്കേണ്ടത്. ഇത് ദർശിക്കണം, അത് അനുഭവിച്ചറിയണം. ശ്രദ്ധിക്കണം, കേൾക്കുകയല്ല വേണ്ട, പിന്നെ കണ്ട് ബോധിക്കണം. മുന്നിലുള്ളത് മുഴുവൻ ഗോവിന്ദനാണെന്ന് കണ്ട് അറിയണം എന്നുള്ളതാണ്. ശ്രീമദ് ഭാഗവതത്തിൽ പ്രഹ്ലാദനിവിടെ സപ്തമസ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 55-ാമത്തെ ശ്ലോകത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്കറിയാം. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഹരിനാമകീർത്തനത്തിൽ എന്താണ്? ഇത് തന്നെയാണ് അദ്ദേഹം പച്ച മലയാളത്തിൽ അദ്ദേഹത്തിൻ്റെ മകളുടെ സ്റ്റാൻഡേർഡിലുള്ള നമുക്ക് വേണ്ടി പറയുന്നത്. യാതൊന്നു കൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ, യാതൊന്നു ചെയ്വതതു നാരായണാർച്ചനകൾ, യാതൊന്നതൊക്കെ ഹരി നാരായണായ നമ. ഹരി നാരായണായ നമ. എന്ന് പറഞ്ഞാൽ നോ മമ, എൻ്റേതില്ല, ഞാനുമില്ല, അയ്യുമില്ല, മയ്യും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോഡ് വായി. അതിന് ശങ്കരാചാര്യർ പറയും, ഈ നമ എന്നുള്ളതിന് അഹന്ത മമത അഭാവോ ജീവൻ മുക്തസ്യ ഈശ്വര ലക്ഷണം. അപ്പോൾ അവനവൻ്റെ ഹൃദയമാണ് ഭാഗവതം. ആ ഭാഗവതം പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. വന്ദേ ഗുരുപരമ്പര. ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം കിട്ടാൻ ആ ഭഗവാനിൽ നമ്മൾ എന്ത് ചെയ്യണം? സറണ്ടർ ചെയ്യണം. ശ്രീകൃഷ്ണചരണം ഭോജം സ്മര ദുഃഖഗമിഷ്യതേ. മഹാത്മ്യത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ശ്രീകൃഷ്ണചരണം ഭോജം സ്മരേ ദുഃഖഗമിഷ്യതേ. ഗമിഷ്യതേ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി ഉന്മൂലനം ചെയ്യും. എന്ത്? ദുഃഖത്തിന്. എന്ത് വേണം? സ്മരിക്കണം, ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്ത് ചിന്തിക്കണം. എന്ത്? ശ്രീകൃഷ്ണചരണം ഭോജം. അങ്ങനെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിന് ആത്മാർത്ഥമായി ആശംസിച്ചു കൊള്ളുന്നു. ഇതിന് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഈ ധർമ്മശാസ്ത്രം എല്ലാവരിലും എത്തിക്കാൻ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലും എത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. എന്തെങ്കിലും ഡൗട്ടുകൾ വരുമ്പോൾ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. കാരണം ഞാൻ അനുഭവിക്കുന്ന, ശ്രദ്ധിക്കണം, ഈ സ്വർഗീയ അനുഭൂതി മാനവരാശിക്കെല്ലാവർക്കും ലഭിക്കാനാണ്. ഭഗവാൻ പറയുന്നത് പോലെ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ലോകത്തിന് മുഴുവൻ നന്മയുണ്ടാകാൻ വേണ്ടി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കാൻ ആ ജഗദീശ്വരനായ പരമേശ്വരനായ അയ്യപ്പൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും എനിക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വാമിയെ ശരണമയ്യപ്പ.